നമുക്ക് മോഹൻ 2016 ആളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രൈഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2016 കഴിഞ്ഞാൽ ഏത് ഇയറിലായിരിക്കും വെനസ്ഡേ സെലിബ്രേറ്റ് ചെയ്യുക? ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, ജാനുവരിയിലോ ഫെബ്രുവരിയിലോ അല്ല ബർത്ത്ഡേ വന്നിരിക്കുന്നത്. സോ നമുക്ക് അസ്യൂം ചെയ്യാം 2016 മാർച്ച് 4 ഫ്രൈഡേ ആണ് ആളുടെ ബർത്ത്ഡേ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2017 മാർച്ച് ആകുമ്പോഴത്തേക്ക് 2017 മാർച്ച് 4 ആകുമ്പോഴത്തേക്ക് നമുക്ക് 365 ഡേയ്സ് ആണ് വരിക. 365 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 വീക്സും 1 ഡേയും ആണ് വരുന്നത്. ഓരോ വീക്ക് കഴിയുമ്പോഴും ഡേയ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. സോ 52 വീക്സ് കഴിയുമ്പോഴും സെയിം ഡേ ആയിരിക്കും, ഫ്രൈഡേ ആയിരിക്കും. ഒരു ഡേ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡേ ഷിഫ്റ്റ് ചെയ്യണം. സോ അതൊരു സാറ്റർഡേ ആയിരിക്കും വരുന്നത്. എഗെയിൻ നമ്മൾ വീണ്ടും ഒരു ഇയർ കഴിയുമ്പോൾ ഓരോ 365 ഡേയ്സ് കഴിയുമ്പോഴും നമ്മുടെ ഡേ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. സോ 2018 മാർച്ച് 4 ആകുമ്പോഴത്തേക്ക് അത് സൺഡേ ആവും. അഗെയിൻ 2019 മാർച്ച് 4 ആകുമ്പോഴത്തേക്ക് അത് മൺഡേ ആവും. വീണ്ടും 2020 ആണ് വരുന്നത്. പക്ഷെ 2020 എന്ന് പറഞ്ഞാൽ അതൊരു ലീപ്പ് ഇയർ ആണ്. അവിടെ ഫെബ്രുവരി 29 വരുന്നുണ്ട്. സോ നമുക്ക് 366 ഡേയ്സ് വരുന്നുണ്ട്. 366 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് 52 വീക്കും 2 ഡേയ്സും ആണ് എക്സ്ട്രാ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡേ 2 ദിവസം അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഇവിടെ മൺഡേ ആണ്. സോ ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് വെനസ്ഡേ ആയിരിക്കും. 2020 മാർച്ച് 4 എന്ന് പറയുന്നത് വെനസ്ഡേ ആയിട്ട് വരും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നു അതാണ് 2016 കഴിഞ്ഞാൽ എന്നാണ് വെനസ്ഡേ ബർത്ത്ഡേ വരുന്നതെന്ന്. സോ അത് 2020 ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ.